ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വത്തിക്കാനിൽ നിന്ന് വിഷമത്തോടുകൂടിയുള്ള ഒരു വാർത്തയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നിത്യതയിലേക്ക് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ദൈവപിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രാദേശിക സമയം രാവിലെ, അതായത് ഇവിടുത്തെ റോമൻ സമയം രാവിലെ 7:35 പരിശുദ്ധ പിതാവ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുന്നത്. വത്തിക്കാൻ പേപ്പൽ ചേംബറിൻ്റെ ഇപ്പോഴത്തെ കമർലംഗോ ആയിരിക്കുന്ന കർദിനാൾ കെവിൻ ഫാരൽ കാസ ഇന്ന് പ്രാദേശിക സമയം 9:45 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മരണം സംബന്ധമായ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുണ്ടായി. നിങ്ങൾക്കറിയാം എന്ന് കരുതുന്നു, പരിശുദ്ധ സഭയിൽ പാരമ്പര്യമായി ഒരു കീഴ്വഴക്കമുണ്ട്. കമർലംഗോ എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. ആ കമർലംഗോ എന്ന് പറയുന്ന പദവിയിലുള്ള കർദിനാളാണ് ഒരു മാർപ്പാപ്പയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഡോക്ടേഴ്സാണ്, വൈദ്യശാസ്ത്രജ്ഞന്മാരാണ്. എന്നാൽ ഒരു മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഒരു മാർപ്പാപ്പയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്, അത് ലോകത്തെ അറിയിക്കുന്നതും കമർലംഗോയാണ്. ഇപ്പോൾ സഭയുടെ കമർലംഗോ, അതായത് പേപ്പൽ ചേംബറിൻ്റെ കമർലംഗോ ആയിരിക്കുന്നത് കർദിനാൾ കെവിൻ ഫാരൽ കാസ എന്ന് പറയുന്ന കർദിനാളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ മരണം സംബന്ധമായ വിവരം ഇന്ന് ഇവിടുത്തെ റോമൻ സമയം 9:45 ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ പിതാവായ ഫ്രാൻസിസിൻ്റെ മരണം അഗാധമായ ദുഃഖത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ 7:35 റോമിൻ്റെ മെത്രാൻ ഫ്രാൻസിസ് പാപ്പ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെയും അവിടുത്തെ സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചു. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടും ധൈര്യത്തോടും സാർവത്രികമായ സ്നേഹത്തോടും കൂടി, പ്രത്യേകിച്ച് ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ജീവിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കർത്താവായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മാതൃകയ്ക്ക് അതിയായ നന്ദി. ഫ്രാൻസിസ് പാപ്പായുടെ ആത്മാവിനെ ഏകനും ത്രിത്വവുമായ ദൈവത്തിന് അനന്തവുമായ കരുണാമയമായ സ്നേഹത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതായിരുന്നു കമർലംഗോ കർദിനാൾ പറഞ്ഞത്. ഇനി ഒരു മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഡോക്ടർമാർ വന്ന് ആദ്യം പരിശോധിക്കും. അദ്ദേഹത്തിൻ്റെ മരണവിവരം ഡോക്ടേഴ്സ് ഒഫീഷ്യലി മരിച്ചു എന്ന് സ്ഥിരീകരിക്കും. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കമർലംഗോ പദവിയിലുള്ള കർദിനാൾ വരികയും ഒരു ചെറിയ വെള്ളി കൊണ്ടുള്ള ചെറിയൊരു ചുറ്റിക കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസിൽ, അതായത് മരണമടഞ്ഞ പാപ്പായുടെ നെറ്റിയിൽ 3 പ്രാവശ്യം ചെറുതായി മുട്ടും. 3 പ്രാവശ്യം മുട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബാപ്റ്റിസം നെയിം, മാമോദീസ പേര് വിളിച്ചുകൊണ്ടാണ് ഓരോ പ്രാവശ്യം മുട്ടുന്നതും. ഈ 3 പ്രാവശ്യം മുട്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായില്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ വിരലിലുള്ള പേപ്പൽ റിംഗ്, അതായത് മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ സ്ഥാനീയ മോതിരം, വലിയ മുക്കുവൻ്റെ മോതിരം, അത് ഊരിയെടുക്കും. അത് ഊരിയെടുത്ത് അത് പൊടിച്ചു കളയും, അത് നശിപ്പിച്ച് കളയും. അതിനുശേഷം അദ്ദേഹം ഔദ്യോഗികമായി പരിശുദ്ധ പിതാവിൻ്റെ മരണം ലോകത്തെ അറിയിക്കും. ഇതാണ് അതിൻ്റെ ഒരു പരമ്പരാഗതമായ ക്രമം. അദ്ദേഹമാണ് അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ പേപ്പൽ റിംഗ് ഊരിയെടുക്കുന്നതോടുകൂടെ പിന്നെ സഭയുടെ താൽക്കാലിക ചുമതല കമർലംഗോ ഏറ്റെടുക്കുകയാണ്. പിന്നീട് മരണപ്പെട്ട പരിശുദ്ധ പിതാവിൻ്റെ മരണത്തിന് ശേഷമുള്ള അവസാന കർമ്മങ്ങൾ, ഫ്യൂണറൽ, ഖബറടക്കം ഉൾപ്പെടെയുള്ള കർമ്മങ്ങളെക്കുറിച്ച് തീരുമാനിച്ച് ലോകത്തെ അറിയിക്കുന്നതും അതിന് നേതൃത്വം നൽകുന്നതും, പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട കോൺക്ലേവ് വിളിക്കുന്നതും, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഈ കമർലംഗോ പദവിയിലുള്ള കർദിനാളാണ്. അപ്പോൾ ഈ മോതിരം, പേപ്പൽ റിംഗ് ഊരിയെടുക്കുന്നതോടെ അത് അർത്ഥമാക്കുന്നത് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം, അഥവാ റോമിൻ്റെ സിംഹാസനം, അതായത് വിശുദ്ധ പത്രോസ് റോമാ രൂപതയുടെ മെത്രാനാണ്. റോമായുടെ സിംഹാസനം, വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത ഈ സാഹചര്യത്തിൽ റോമിൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്, അഥവാ പത്രോസിൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാനിവിടെ നോക്കുമ്പോൾ അഗാധമായ അത്യപൂർവമായ ഒരു ജനത്തിരക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. ഭയങ്കര ജനക്കൂട്ടമാണ്. വത്തിക്കാൻ്റെ ഇപ്പോൾ നമ്മൾ ആ പ്യാസയുടെ നേരെ മുമ്പിലുള്ള വഴികളിലേക്കൊക്കെ നോക്കിയാൽ വലിയ ജനക്കൂട്ടം ഇങ്ങനെ തടിച്ചു കൂടുന്നത് കാണാൻ പറ്റും. പരിശുദ്ധ പിതാവിനെ കുറിച്ച് അറിയാം, സ്നേഹത്തിൻ്റെ പാപ്പ, കരുണയുടെ പാപ്പ എന്നുള്ള ടൈറ്റിലെല്ലാം ഉള്ള പാപ്പയാണ് പരിശുദ്ധ പിതാവ്. ലോകം മുഴുവൻ ആദരിക്കുന്ന, ലോകം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹം സഭയുടെ തലവനാണ് എന്നതുപോലെ തന്നെ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ, വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനുള്ള അവസരമുണ്ടായിരിക്കും. സാധാരണഗതിയിൽ പാപ്പാമാരുടെ മൃതശരീരം പൊതുദർശനത്തിന് വേണ്ടി വെക്കുന്നത് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയുടെ അകത്ത് തന്നെയാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ഒക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മണിക്കൂറുകൾ ദിവസങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന പൊതുദർശനം ഉണ്ടാകാനാണ് സാധ്യത. അതിനുശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തന്നെ ആഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ ബസിലിക്ക മരിയ മജോരെ, സാധാരണഗതിയിൽ മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്നത് വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിൽ തന്നെയുള്ള പാപ്പാമാരെ അടക്കം ചെയ്യുന്ന പ്രത്യേക സ്ഥലത്താണ്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാതാവിനോട് വലിയ സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹം എപ്പോഴും ഏതൊരു വിദേശ യാത്രയ്ക്ക് മുമ്പും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുമ്പും ഒക്കെ അദ്ദേഹം പേപ്പൽ ബസിലിക്ക ആയിരിക്കുന്ന സാന്ത മരിയ മജോരെ ബസിലിക്ക, മേരി മേജർ ബസിലിക്ക സന്ദർശിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ട്. ഈ വിശുദ്ധ വാരത്തോടനുബന്ധിച്ചും അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു താൻ മരിച്ചാൽ ബസിലിക്ക സാന്ത മരിയ മജോരയിൽ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറടക്കം അവിടെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാധ്യമ വിഭാഗം പിന്നീട് നമ്മളെ അറിയിക്കും. എന്തായാലും വലിയൊരു ജനക്കൂട്ടം ഇവിടെയുണ്ട്. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലൊരു വലിയ ജനക്കൂട്ടം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഏതാനും മണിക്കൂറുകളായുള്ള മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ ഈ സ്ക്വയർ, ഈ വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ നിറഞ്ഞു കവിയുന്ന തരത്തിലേക്കുള്ള ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം വിശുദ്ധരായ പാപ്പാമാരുടെ അടുത്തേക്ക്, നിത്യപിതാവിൻ്റെ സവിധത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഒത്തിരി വേദനയോടെയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. എങ്കിലും പുതിയൊരു പത്രോസിൻ്റെ വലിയ മുക്കുവനായി പുതിയൊരു പാപ്പ തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾക്ക് പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിശുദ്ധ സിംഹാസനത്തിന് ഈ കാലഘട്ടത്തിന് യോഗ്യനായ ഒരു പാപ്പ വരുന്നതിന് വേണ്ടി കൂടെ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പാപ്പായുടെ കബറടക്ക ശുശ്രൂഷകൾ ഇവിടെ വരുന്ന ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ. അദ്ദേഹം ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികളും പ്രതിനിധികളൊക്കെ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. കർദിനാളന്മാർ വരേണ്ടതുണ്ട്. വിവിധ മെത്രാന്മാരെല്ലാം ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. വലിയൊരു സംഭവത്തിന് തന്നെയാണ് വത്തിക്കാൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനി പ്രധാനപ്പെട്ടതായി ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ടത് ഒന്ന് പാപ്പായുടെ കബറടക്കം, പിന്നെ അതോടൊപ്പം ഈ പാപ്പായുടെ കബറടക്കത്തോടൊപ്പം നടക്കേണ്ട കാര്യമാണ് പുതിയ പാപ്പായുടെ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം പുതിയ പാപ്പായുടെ സ്ഥാനം സ്വീകരിക്കുന്ന ചടങ്ങുകളെല്ലാം ഇനി നടക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് തുടർന്ന് സഭയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. റോമിൽ നിന്ന്, വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.